ഇന്ത്യയുടെ വളർച്ച അല്ലെങ്കിൽ ഇന്ത്യയുടെ വികാസം ഇതൊക്കെ തന്നെ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നുണ്ട്. ഇപ്പം കെയർ സ്റ്റാമർ എന്ന് പറയുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇന്ത്യയിൽ വന്നപ്പോൾ നമ്മുടെ ഡിജിറ്റൽ സംവിധാനങ്ങളാണ് അദ്ദേഹം ഏറ്റവും അധികം ശ്രദ്ധിച്ചതെന്ന് തോന്നുന്നു. കാരണം നമ്മൾ നടപ്പാക്കുന്ന ആധാർ പോലെയുള്ള ഒരു ഡിജിറ്റൽ പതിപ്പ് എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിക്കൂടാ? അപ്പോൾ ബ്രിട്ടൻ പോലെയുള്ള ഒരു രാജ്യം ഇന്ത്യയെ മാതൃകയാക്കുന്നു എന്ന് പറഞ്ഞാൽ ഓരോ ഭാരതീയരും അഭിമാനിക്കാവുന്ന കാര്യം. തീർച്ചയായിട്ടും സുനിജി, അത് വലിയ തോതിൽ നമ്മുടെ അഭിമാനം വാനോളം ഉയരുന്ന ഒരു സന്ദർഭമാണിത്. ഇത് കീർ സ്റ്റാമർ ഇപ്പോൾ ഈ അടുത്ത് ശ്രദ്ധിച്ച കാര്യമൊന്നുമല്ല. ഇത് കുറച്ചു കാലമായിട്ട് ഇദ്ദേഹം ഇത് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ കണ്ടാൽ അറിയാം. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഇങ്ങനൊരു പദ്ധതി ഉണ്ട്, ഇന്ത്യയുമായി ചേർന്നുകൊണ്ട് ഇന്ത്യയുടെ ഈ ആധാറിനെ പോലെയുള്ള ഒരു ഡിജിറ്റൽ ID കാർഡ്, അങ്ങനെ ഒരു സംവിധാനം ഇവിടേക്ക് കൊണ്ടുവരാൻ ആലോചിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയും പിന്നീട് അദ്ദേഹം അത് തിരുത്തി. അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഒരു സാധനം ആലോചിച്ചിട്ടുണ്ട്, അത് തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അത് ഈ പറയുന്ന പോലെ ഈ എതിർ ശബ്ദങ്ങൾ വരുന്നതുകൊണ്ടാവാം എന്ന് വിചാരിച്ചിട്ടായിരിക്കണം. അവരെല്ലാം വലിയ സ്വാതന്ത്ര്യത്തിന് ഒക്കെ പിന്നെ വലിയ മുറവിളി കൂട്ടുന്ന ആൾക്കാരാണല്ലോ. എന്നാൽ അവിടെ യഥാർത്ഥത്തിൽ അത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ 100% ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ പോലെ. പലപ്പോഴും ഈ പുറത്തൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ എന്നോട് പറയാറുള്ളൊരു കാര്യം, നമ്മുടെ നാട്ടിലെ പോലെ ഇത്ര സ്വാതന്ത്ര്യമുള്ള രാജ്യം എവിടെയാണ്? എന്തും പറയാം ഇവിടെ. ഇവിടെ നരേന്ദ്രമോദിയും ചീത്ത വിളിക്കാം, പിണറായി വിജയനും ചീത്ത വിളിക്കാം, നമുക്ക് കോൺഗ്രസ് നേതാക്കളെയും ചീത്ത വിളിക്കാം, ആരെ വേണമെങ്കിലും ചീത്ത വിളിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, ഒരു പ്രശ്നമില്ല. അത് അതിര് കടന്നു പോയാൽ മാത്രമേ നിയമം ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവുള്ളൂ. ഇതൊരു സ്വാതന്ത്ര്യമാണ്. പക്ഷെ ആ സ്വാതന്ത്ര്യം നമ്മൾ എന്തിനു ഉപയോഗിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. പക്ഷെ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്നും ഇത്തരത്തിലുള്ള ഒരു മാതൃക, ഒരു വിശ്വോത്തരമായ മാതൃക എന്ന് പറയുന്നത് നമ്മുടെ ഈ ആധാർ സംവിധാനങ്ങൾ, ഇത് അവിടെ നടപ്പാക്കാൻ ആലോചിക്കുന്നു എന്ന് പറയുന്നതാണ് സ്റ്റീമറുടെ ഈ സമീപകാല ഇപ്പോൾ ഉള്ള സന്ദർശനത്തിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. ഇത് ചെറിയൊരു മാറ്റമല്ല കേട്ടോ. ഒരു വ്യാപാര കരാറിന് വേണ്ടി ഒപ്പിടുന്നതോ മറ്റു കാര്യങ്ങളൊന്നും അല്ല. ഡിജിറ്റലി ആ ജനങ്ങളെ എലിവേറ്റ് ചെയ്യുന്ന, അവരെ ഔന്നത്യത്തിലേക്ക് കൊണ്ടുപോകുന്ന, അവരുടെ സ്ഥിതി വിവര കണക്കുകൾ മുഴുവനും ഒരു കാർഡിൻ്റെ അകത്ത് ഒതുക്കുന്ന, അത്തരം കാർഡുകളൊക്കെ ലോകത്ത് പല തരത്തിൽ ലഭ്യമാണ്. പക്ഷേ ഇന്ത്യയിലെ പോലെ ഇത്ര സുതാര്യവും ഇത്ര സങ്കീർണവും ആയിട്ടുള്ള ഒരു മാതൃക വേറെ ഇല്ല എന്ന് പറയുമ്പോഴാണ് നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നത്. ഈ പാമ്പാട്ടികളുടെ നാട് എന്ന് വിളിച്ചിരുന്ന ഭാരതത്തെക്കുറിച്ചാണ് ഇവൻ പറഞ്ഞിരുന്ന. ഒരു കാലത്ത് നമ്മളെ ലൂട്ട് ചെയ്തിരുന്ന, നമ്മളെ അടക്കി ഭരിച്ചിരുന്ന, 200 വർഷത്തിലധികമായും അടക്കി ഭരിച്ചിരുന്ന ഒരു കൊളോണിയൽ വ്യവസ്ഥയ്ക്കെതിരായി പോരാടി നമ്മൾ നേടിയെടുത്ത സ്വാതന്ത്ര്യം, ആ നേടിയെടുത്ത സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പല വിരുദ്ധാഭിപ്രായങ്ങളുണ്ട്. എന്തൊക്കെയാണെങ്കിലും അത് നമ്മളെ അവർ കാൽക്കീഴിലാക്കിയിരുന്നു. നമ്മൾ അതിനെ വല്ലാതെ വേദനിച്ചിരുന്നു. ഒരിക്കൽ വലിയ പൊസിഷനിൽ നിന്നൊരു രാജ്യം വീണ്ടും നമ്മൾ അതിലേക്ക് വീണ്ടും നമ്മുടെ യാഥാർത്ഥ്യത്തിലേക്ക്, നമ്മുടെ തനിമയിലേക്ക് നമ്മൾ മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മടങ്ങി വരവിന് കൂടെ ഇന്ത്യക്ക് സ്വന്തമായി ഉണ്ടാക്കിയെടുത്ത വിശ്വോത്തരമായിട്ടുള്ള ഒരു സംഗതി എന്ന് പറയുന്നതാണ് നമ്മുടെ ആധാർ സംവിധാനങ്ങൾ. നമ്മുടെ UPI ഇൻ്റർഫേസ്, ഫിനാൻഷ്യൽ ഇൻ്റർഫേസ് സംവിധാനങ്ങൾ, അത് സാധാരണ മനുഷ്യരിലേക്ക് പോലും ഒരു യാചകന് പോലും അത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അത് മാറ്റിയെടുക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരു മനുഷ്യനെ നമ്മൾ ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട്. അയാളുടെ പേര് നന്ദൻ നിലക്കേനി എന്നാണ്. ഇൻഫോസിസിൻ്റെ സഹസ്ഥാപകരിൽ ഒരാളായിട്ടുള്ള ബാംഗ്ലൂരുകാരനായിട്ടുള്ള ആൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നേതൃത്വത്തിലാണ് ഈ ഒരു വലിയ പ്രോജക്റ്റ് നടപ്പാക്കിയത്. ഈ പ്രോജക്റ്റ് നടപ്പാക്കുമ്പോൾ നന്ദൻ നിലക്കേനി ഇനിയും ഒട്ടനവധി പദ്ധതികളുടെ പുറകിലാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഈ അടുത്ത് വായിച്ച ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ്, ആ ഒരു പദ്ധതിയുടെ പ്രോട്ടോടൈപ്പ് അദ്ദേഹം ഗുജറാത്തിൽ നടപ്പാക്കിയാണ്. ആ പദ്ധതി ഇതാണ്: ഈ നമ്മുടെ ഭൂമി സംബന്ധമായിട്ടുള്ള ക്രയവിക്രയവും ഇടപാടുകളും ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡിജിറ്റൽ സർവേ ഇപ്പം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ ഒട്ടനവധി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. അതല്ല, ഇതിനെ നമുക്ക് ബോണ്ടുകൾ പോലെ ആക്കി മാറ്റാൻ പറ്റും. ഭൂമിയെ നമുക്ക് ഡിജിറ്റലായിട്ട് മുറിച്ചെടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ സൗകര്യത്തിന് അതിന് പണയം വെക്കാം. നമുക്കത് ഭൂമി എടുത്തുകൊണ്ടിട്ട് ആ ഭൂമിയുടെ വാല്യൂ കൊണ്ടേ നമുക്ക് ലോക്കറിൽ വെക്കാം. ഇങ്ങനെയുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സംവിധാനമാണ്. അപ്പം ഒരുപാട് അഴിമതികളൊക്കെ അതിനകത്തുനിന്ന് ഇല്ലാതാവും. ഈ അച്ഛൻ്റെ പിന്നെ അടിയാധാരവും മറ്റു കാര്യങ്ങളും അതിൻ്റെ മറ്റ് പ്രമാണങ്ങളൊക്കെ തപ്പിപ്പോയിട്ട് ചെറിയ നിയമക്കുരുക്കുകളിലൊക്കെ പെട്ടുകിടക്കുന്ന ലക്ഷോപലക്ഷം ചതുരശ്ര ഏക്കർ സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അതൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നിർണായകമായിട്ടൊരു മൂവ്മെൻറ്റിന് വേണ്ടി ഇപ്പോൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഇന്ത്യയുടെ ഡിജിറ്റൽ അമരക്കാരൻ എന്ന് പറയാവുന്ന നന്ദൻ നിലേനിയുടെ കമ്പനിയാണ്, ഇൻഫോസിസിനെയാണ് ഈ ഒരു പ്രോജക്റ്റ് അവർ ഏൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഫോസിസിനെ നമുക്കറിയാം, ഇൻഫോസിസിൻ്റെ സ്ഥാപക ചെയർമാൻ എന്ന് പറയുന്നത് നാരായണമൂർത്തിയാണ്. നാരായണമൂർത്തിയുടെ മരുമകനാണ് നമ്മുടെ ഋഷി സുനക്, മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ആ നിലയ്ക്കൊക്കെ ആ കമ്പനിയെ ബ്രിട്ടീഷുകാർക്ക് മുഴുവൻ അറിയാം. അവർക്ക് അതിന് വിശ്വാസമുണ്ട്. അവരുടെ വിശ്വാസവും പ്രധാനമാണ്. അപ്പോൾ അതിന് പറ്റുമെന്നുള്ള ആ വിശ്വാസത്തേക്കാൾ ഉപരിയായിട്ട് ഈ കമ്പനി നന്ദൻ നിലേനിയുടെ നേതൃത്വത്തിൽ ഇവിടെ ചെയ്ത ഈ
പിന്നെ യുണീക്ക് ഇന്ത്യയുടെ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നാണ് പറയുക, UIDAI എന്നാണ്. അപ്പോൾ അതിൻ്റെ ചെയർമാൻ ആയിരുന്ന അദ്ദേഹം ആ സമയത്താണ് ഇത് കാര്യങ്ങളെല്ലാം നടപ്പാക്കിയത്. അപ്പോൾ ഇത് വിജയകരമായി ഇന്ത്യയിൽ നടപ്പാക്കി എന്നുള്ള ഒറ്റ കാരണമാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിന് കാരണം, കീർ സ്റ്റാമറുടെ വിശ്വാസത്തിന് കാരണം. പക്ഷേ പ്രതിപക്ഷ പാർട്ടികൾ എതിർ ശബ്ദങ്ങളുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം അത് തീരുമാനിച്ചിട്ടില്ല എന്ന് ഇവിടേക്ക് വരുന്നതിന് മുമ്പ് പറഞ്ഞത്. കീർ സ്റ്റാമറുടെ എതിർ പാർട്ടികൾ പറയുന്നത് ഈ ഡിജിറ്റൽ ID സംവിധാനം വ്യക്തി സ്വാതന്ത്ര്യത്തിനും സ്വകാര്യതയ്ക്കും ഭീഷണിയാണ് എന്ന് ആരോപിക്കുന്നുണ്ട്. അത് പറഞ്ഞാണ് അവർ രംഗത്തെത്തിയിരിക്കുന്നത്. എന്താണ് വ്യക്തി സ്വാതന്ത്ര്യവും സ്വകാര്യതയും? ഈ സ്വകാര്യതയ്ക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഈ വൈദേശികരുടെ ഈ വർത്തമാനം ശരിക്കും പറഞ്ഞൊരു പൊള്ളയായ വർത്തമാനമായിട്ട് നമുക്കിത് കേൾക്കുമ്പോൾ തോന്നും. അവിടെ എന്ത് വ്യക്തി സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ടോ? ഉണ്ട്. പക്ഷെ അതൊന്നും ലോകത്ത് മറ്റാർക്കും അനുവദിക്കാത്ത ആളുകളാണ് ഇവരൊക്കെ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഭേദമാണ്. അമേരിക്കക്കാൾ കുറച്ചുകൂടെ ഭേദമാണ് ബ്രിട്ടൻ. പക്ഷെ ബ്രിട്ടൻ്റെതായ ഹൈറാർക്കി ഉണ്ട്. ബ്രിട്ടന് താൻ പ്രമാണിത്വമുണ്ട്. ബ്രിട്ടീഷുകാരെല്ലാം ഒരു ബ്രിട്ടീഷുകാരനെ പോലെ നോക്കും എന്ന് പറയും. അവരെപ്പോഴും നമ്മളെ നോക്കുന്നത് ഒരു രണ്ടാം കിടക്കാരനെയാണ് നമ്മളെയൊക്കെ നോക്കുന്നത്. അപ്പോൾ ആ നോട്ടങ്ങളൊക്കെ മാറേണ്ട സമയം ഇപ്പോൾ വന്നിരിക്കുകയാണ്. അപ്പോൾ സ്റ്റാമർ ഇന്ത്യയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യം പറഞ്ഞു വരുമല്ലോ. അങ്ങനെയൊക്കെ പദ്ധതി ഇപ്പോൾ നടപ്പാക്കാൻ പദ്ധതിയില്ല എന്ന് പറഞ്ഞാലും ഈ മാതൃകയോടുള്ള ആകർഷണം കൊണ്ട് അദ്ദേഹം ഇവിടെ വരുമ്പോൾ ഈ പദ്ധതി അവിടെ നടപ്പാക്കുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് ബ്രിട്ടൻ്റെ ജീവിതത്തിലുണ്ടാവുക, ബ്രിട്ടൻ്റെ ആ രാജ്യത്തുണ്ടാകുന്ന മാറ്റങ്ങൾ കാണുമ്പോഴാണ് അവിടെ എത്രത്തോളം ഇനി മാറേണ്ടിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവുക. ബ്രിട്ടനിൽ ജോലി തേടുന്നതിന്, ആളുകൾക്ക് ജോലി അന്വേഷിക്കുന്നതിന് ഈ മാർഗം, ഈ ആധാർ, ബ്രിട്ടീഷ് ആധാർ എന്ന് വേണമെങ്കിൽ പറയാം, ഇന്ത്യൻ ആധാർ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ആധാർ മാതൃക, ആ ആധാർ ജോലി നേടുന്നതിനും വളരെയധികം സഹായിക്കും. ആരോഗ്യ, വിദ്യാഭ്യാസം, കുട്ടികളുടെ പരിപാലനം തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം പൊതുസേവനങ്ങൾ ലഭ്യമാക്കാൻ സിംപ്ലിഫൈ ചെയ്യപ്പെടും. അവിടെ ഇപ്പോൾ അറിയാം, ഒരു ഡോക്ടറെ കാണണമെങ്കിൽ ഒരു 6 മാസമൊക്കെ കാത്തിരിക്കേണ്ട ഒരു സമയമുണ്ട് ബ്രിട്ടനിൽ. സാധാരണ ആളുകൾ ഇവിടെ എല്ലാവർക്കും അങ്ങനെയാണ്. അത്ര എളുപ്പമല്ല, ചിലവേറിയതുമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സിംപ്ലിഫൈ ചെയ്യും. കൂടിക്കാഴ്ചകളൊക്കെ വളരെ വേഗത്തിലാകും എന്നാണ് നമുക്ക് വിശ്വസിക്കേണ്ടത്. ക്രമക്കേടുകൾ, കുറച്ച് സാമൂഹിക ദുരുപയോഗങ്ങൾ, ഇത്തരത്തിലുള്ള ഈ മറ്റ് ID മാർഗങ്ങളൊക്കെ ഉപയോഗിച്ച് പല ക്രമക്കേടുകൾ നടക്കും. അപ്പോൾ ഫോർജറി നടക്കാറുണ്ട്, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ, സാമൂഹികമായിട്ടുള്ള ദുരുപയോഗങ്ങൾ നടക്കാറുണ്ട്, ബാങ്കിങ് രംഗത്ത് ഫ്രോഡ് പദ്ധതികളൊക്കെ നടക്കാറുണ്ട്. ഒക്കെ ആരാണ് എന്താണെന്ന് വളരെ വേഗത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റും. അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റും. പൊതു സംവിധാനങ്ങളെ കൂടുതൽ കാര്യക്ഷമമാക്കാൻ പറ്റും. ഡിജിറ്റൽ ID ഇത് അത്യന്താപേക്ഷിതമാണ്. പൊതുസംവിധാനം, ട്രാൻസ്പോർട്ടിങ്, ട്രെയിൻ, ബസ്സസ്, അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കാറുകളേക്കാൾ കൂടുതൽ ബസ് സംവിധാനങ്ങളും ട്രെയിൻ സംവിധാനങ്ങളാണ്. സ്പീഡ് ട്രെയിൻസ് ഒക്കെ ഉണ്ട്. ട്രാൻസ് സൈബീരിയൻ റെയിൽവേയിലേക്കൊക്കെ കണക്റ്റഡ് ആയിട്ടുള്ള വലിയ, യൂറോപ്പിനെ മുഴുവൻ കണക്ട് ചെയ്യുന്ന വലിയ സംവിധാനങ്ങളുണ്ട്. അവിടെയൊക്കെ ബസ് സംവിധാനങ്ങളുണ്ട്. ടൂറിസ്റ്റുകൾ ഈ ലണ്ടൻ സിറ്റി കാണാൻ വരുന്ന ടൂറിസ്റ്റ് സംവിധാനങ്ങളുണ്ട്, അടുത്തും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ശരിക്കും പറഞ്ഞ് പൊതു സംവിധാനങ്ങളൊക്കെ ഈ ഐഡൻറ്റിറ്റിയിലൂടെ, ഈ ഒരു ഡിജിറ്റൽ ഐഡൻറ്റിറ്റിയിലൂടെ വളരെ സിമ്പിളായിട്ട് കാര്യക്ഷമമാക്കും. ഒരു യാത്രക്കിടയിൽ പെട്ടെന്ന് ഒരു ഉദ്യോഗസ്ഥൻ വന്നിട്ട് ഇനിയിപ്പം നമുക്ക് അങ്ങനെ ഒരു കാഴ്ച കാണാം, ആ ഐഡി പ്രൂഫ് നോക്കട്ടെ, ഒന്ന് ചെയ്തു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ നന്ദൻ നികുലേനി കൊടുത്ത ആ സാധനത്തിൽ ടക്കട ഇയാൾ ആരാണ്, ഇയാൾ അപ്പൂപ്പൻ ആരാണ്, എവിടെ നിന്ന് വന്നു, എന്ത് വന്നു, എങ്ങനെ വന്നു, സകല കാര്യങ്ങളും ഇന്ത്യയിലുള്ളതുപോലെ തന്നെ മുഴുവൻ ഐഡൻറ്റിറ്റിയും അവിടെ വെളിവാകും എന്നാണ്. അത്ര സിംപ്ലിഫൈ ചെയ്യും, ലളിതവൽക്കരിക്കുന്നതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ഡിജിറ്റൽ വിപ്ലവം മാതൃക കടൽ കടന്ന് ലോകത്തേക്ക് വ്യാപിപ്പിക്കുമ്പോൾ നമ്മുടെ അഭിമാനം എത്രത്തോളം ഉയരേണ്ടതാണ് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ഐഡൻറ്റിറ്റി സംവിധാനമാണ് ആധാർ. ചെറുതല്ല, ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ഐഡൻറ്റിറ്റി സംവിധാനം. അതിനെ ബ്രിട്ടൻ സ്വീകരിക്കുമ്പോൾ, ആ മാതൃക എടുക്കുമ്പോൾ അതിന് ലഭിക്കുന്ന ഒരു ആഗോള പ്രതിഫലനമാണ് മറ്റ് രാജ്യങ്ങളും, അല്ലേ? മറ്റു രാജ്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കാൻ സാധ്യതയില്ലേ? എന്താ ഈ ഒരു നീക്കത്തെ കുറിച്ച് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ ലോക രാജ്യങ്ങളൊക്കെ തന്നെ ഇന്ത്യ എന്തുകൊണ്ടാണ് മാതൃകയാക്കുന്നത് പറഞ്ഞാൽ നമ്മൾ ഓരോ മേഖലയിലും അടയാളപ്പെടുത്തുന്നത് നമ്മുടെ വളർച്ചയാണ്. ഇപ്പോൾ ജർമ്മനി പോലെയുള്ള രാജ്യങ്ങളോ ഫ്രാൻസ് പോലെയുള്ള രാജ്യങ്ങളിൽ പോലും ഇപ്പോഴും UPI പോലെയുള്ള ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനത്തിലേക്ക് പോലും വരുന്നില്ല. അവർ നമ്മളെ ആശ്രയിക്കുകയാണ്. കാരണം ഇപ്പോഴും ബാങ്കിൽ പോയി പണമിടപാട് നടത്താൻ 2-3 ദിവസം അവർക്ക് എടുക്കേണ്ടി വരുന്നു. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ആധാർ എന്ന് പറയുന്ന ഒരു സംവിധാനം. ആധാർ ഇവിടെ ഇന്ത്യയെ കൊണ്ടുപോകുമ്പോൾ തന്നെ ഇത്ര വലിയ എതിർപ്പാണ്. പക്ഷെ അതുകൊണ്ടുള്ള ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ മനസ്സിലാക്കുന്നു. ഇപ്പം മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് സ്റ്റാമർ ഇവിടെ വരുമ്പോൾ എങ്ങനെ ഇതുമായിട്ട് ഒന്ന് അനുകരിക്കാം, അല്ലെങ്കിൽ ഇവിടുത്തെ കമ്പനികളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം, അത്തരം നേട്ടങ്ങളൊക്കെയാണ്. അപ്പോൾ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന രീതിയിൽ നമ്മൾ ടെക്നോളജിയിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? നമ്മളിപ്പോൾ പൊതുവെ നരേന്ദ്രമോദി
കെയർ സ്റ്റാമറുമായിട്ട് ഒരു സബ്മിറ്റ് സംസാരിക്കുമ്പോൾ അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട്, ട്രംപിനെ ട്രോളിക്കൊണ്ട് നമ്മൾ സഹായം നൽകുന്നുണ്ട്, പക്ഷെ നമ്മൾ സഹായം നൽകുക മാത്രം അഭിമാനപൂർവ്വം അത് പറഞ്ഞു നടക്കുക മാത്രമല്ല, പകരം നമ്മൾ സഹകരണം കൂടിയുണ്ട്, സഹകരിക്കും കൂടെ ഉണ്ട്, സാങ്കേതിക സഹകരണം. അതാണ് ഇവിടെ നമ്മൾ സഹായിക്കുക അല്ല ചെയ്യുന്നത്, നമ്മൾ സഹകരിക്കുക. ഇവിടെയാണ് അതെ ഇന്ത്യയുമായുള്ള ഈ സഹകരണം ലോകത്ത് ഇന്ത്യയിലെ ഇതുപോലുള്ള ആധാർ പോലെ UPI പോലെ മറ്റിനി വരാൻ പോകുന്ന ഒട്ടനവധി സാങ്കേതിക വിപ്ലവങ്ങൾ ലോകത്തിന്റെ വിപ്ലവമായിട്ട് മാറുന്ന കാലം വിദൂരമല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.